എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം ഇപ്പോൾ സ്റ്റോറി കണ്ടിട്ടുണ്ടാവും PSG ക്ലബ്ബായിട്ട് ഒരു കോൺവെർസേഷൻ ഉണ്ടായത്. അൽഹംദുലില്ലാ ഐ ആം സോ ഹാപ്പി. 1 മന്ത് എനിക്ക് PSG ക്ലബ്ബിൽ അണ്ടർ-21 ടീമിൽ കളിക്കാം. ഈ ഓപ്പർച്യൂണിറ്റി തന്ന PSG ക്ലബ്ബിന് ബിഗ് താങ്ക്സ്. PSG ക്ലബ്ബ് അണ്ടർ-21 പാച്ചുവിന് കളിക്കാൻ ചാൻസ് കിട്ടി. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, നന്ദി. പ്രോ പ്ലെയറിനൊക്കെ ഇതൊക്കെ പറയാലോ. ഇവന് നമ്മളെ ക്യാഷ് കൊണ്ട് മാത്രമല്ല പറ്റിക്കണത്, വാക്കുകൊണ്ടും പറ്റിച്ചോണ്ടിരിക്കാം. ഒരു കാര്യം, ഈ വീഡിയോ ഇട്ടതിന് ശേഷം എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടാ? ഇവന്റെ ഈ വാക്കും കേട്ട് വിശ്വസിക്കുന്ന കുറച്ച് പാൽക്കുപ്പികൾ. ഇനി അടുത്ത ഡയലോഗ് കേട്ടോക്ക്. എങ്ങനെയായി ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ അടുത്തൊരു ഫ്രണ്ട്ലി മാച്ച് കളിച്ച് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ആ ഫ്രണ്ട്ലി മാച്ച് അൽഹംദുലില്ലാ നല്ലൊരു പെർഫോമൻസ് ഞാൻ കാഴ്ചവെച്ച് അങ്ങനെ ക്ലബിൻ്റെ കോൺടാക്ട് ഉണ്ടായി. ഇൻഷാ അല്ലാഹ് ഒരു 1 മന്തേക്ക് ഞാൻ PSG അക്കാദമി വഴി ടീമിൽ ഉണ്ടാവും. അപ്പോൾ ചെങ്ങായി, നീ എന്തുവാടോ ഇങ്ങനെ മനുഷ്യന്മാരെ പറ്റിക്കണ ഒരു സാധനം? നീ കുട്ടികളെ പറ്റിച്ച് അത് വേറെ, നീ വാക്കുകൊണ്ടും പറ്റിക്കുകയാണല്ലോ. പടച്ചോനും പറ്റിച്ചോണ്ടിരിക്കണേ. നീ PSG ജേഴ്സി ഇട്ടിട്ട് ഒരു പിക്ക് ഇട്ടിട്ട് DP ഒക്കെ ഇട്ടാ ഒന്ന് വിശ്വസിക്കാനാടാ. പിന്നെ ഒരു കാര്യം പാച്ചു, നീ കുറച്ച് മുൻപ് ക്രൊയേഷ്യയിൽ പോവാണ്, അവിടുത്തെ ക്ലബിന് വേണ്ടി കളിക്കുകയാണ്, എനിക്ക് ചാൻസ് കിട്ടി, എല്ലാവർക്കും നന്ദി, എന്തൊക്കെ ഡയലോഗ്, നിൻ്റെ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഡയലോഗുകൾ അടിച്ചിരുന്നല്ലോ. നിനക്ക് ഒരു 5000 സംതിങ് ആണ് നിനക്ക് കിട്ടിയിട്ടുണ്ട്, നീ ചാരിറ്റി കൊടുത്തിട്ടുണ്ട്. നീ ചാരിറ്റി കൊടുക്കുക എന്ത് ചെയ്തോ. പക്ഷെ നിന്നെ വെല്ലുവിളിക്കുകയാണ്. നിനക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ്, അന്നേരം വന്ന സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കാനുള്ള നിനക്ക് ധൈര്യം ഉണ്ടാവും.